ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോൾ സമയം രാത്രി 8 മണിയാകുന്നു. ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എനിക്കിപ്പോഴാണ് എടുക്കാൻ സാധിച്ചത്. രാവിലെ ഞാൻ എടുത്ത വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ആ കൂട്ടത്തിൽ ഞാൻ കരുതി അതിനോടൊപ്പം എന്തെങ്കിലും കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തി അവരുമൊത്തുള്ള കുറച്ച് മൊമെൻറ്റ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ടു നോക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് ഞാൻ കരുതിയിട്ട് കുറച്ച് സാമ്പാറിലേക്കുള്ള മലക്കറി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഉള്ള ഏകദേശം എല്ലാ മലക്കറിയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്തങ്ങ എല്ലാം, കോവയ്ക്ക ഉണ്ടായിരുന്ന കോവയ്ക്ക സാധ്യത ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി മാക്സിമം ചെറിയ ഉള്ളി ഇടുന്ന ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 7-8 ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെലിക്കായിട്ടുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എങ്ങനെ ഒരു ഹെൽത്തി മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഇഡ്ഡലി സാമ്പാർ കോമ്പിനേഷൻ ഒന്ന് തയ്യാറാക്കി കണ്ടു നോക്കാം. ഓക്കെ, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഉണ്ടോ. അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. വെറുതെ ബോറിങ് ആക്കണ്ടെന്ന് വെച്ചിട്ടാ. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ സാമ്പാറും ഓക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കിടുക്കാച്ചി സാമ്പാറാട്ടാ. നല്ല മണമുണ്ട്, താളിച്ചതിൻ്റെതും എല്ലാം കായത്തിൻ്റെയും എല്ലാം നല്ല മണമുണ്ട്. മലയാളികൾ എവിടെ പോയാലും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ഓൺ ഇഡ്ഡലി ആൻഡ് സാമ്പാർ. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ ഉഴുന്ന് പൊടി ഉണ്ടല്ലോ, അതും ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ചേർത്ത് കോമ്പിനേഷൻ ചെയ്ത് സെറ്റാക്കി കാണിക്കാം. ഓക്കെ, സാമ്പാറിൻ്റെ റെസിപ്പി പറയുന്നില്ല, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അധികം പറ്റായി പോവും അതുകൂടി പറഞ്ഞാലുണ്ടല്ലോ. ഉള്ള മലക്കറി എല്ലാം ഇട്ടിട്ടുണ്ട്, പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്കിതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചേന ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലിടുന്നതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി എന്ന് പറയുന്നത് ചേനയാണ്. ഇങ്ങനെ അങ്ങ് മുക്കുക. ശരിക്കും ഇഡലി കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം വരണമെന്നുണ്ടല്ലോ. ഇങ്ങനെ ഇഡലി ഇതിലോട്ടങ്ങ് സാമ്പാറിലോട്ടങ്ങോട്ട് മുക്കുക. ഓക്കെ, അത് കറക്റ്റ് ഒന്ന് അതിലങ്ങോട്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പെരകി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ പെരകി സൂപ്പറാട്ടാ. ഇങ്ങനെ കഴിച്ചു നോക്കുക. ഇഡലിയെ മുക്കുക, സാമ്പാറിൽ മുക്കുക, പാവപ്പെട്ട ഇഡലിയെ മുക്കുക. അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഓൺ ഉലുവപ്പൊടി, സംഭവം ഉലുവ അല്ല ഉഴുന്നുപൊടി സോറി, അതും കൂടി ഇതിൽ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലയാളികളുടെ ഇന്നത്തെയും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പീസ് പറയാത്തത് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നത് കൊണ്ടാണ് പറയാത്തത്. ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം.
ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മാങ്ങ കേട്ടോ. മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ബൈ പറയാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി വീഡിയോ ചെയ്യാം. ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ വൈകിട്ട് ഒരു 5:30 മണിയൊക്കെ ആവും കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞുമാടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ വീടെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടെന്ന് തന്നെ പറയാം കേട്ടോ. എൻ്റെ വീടിനെക്കാളും ഈ വീടിനോട് എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എനിക്കിവിടെ പ്രിയപ്പെട്ട ഒരാളിവിടെ ഉണ്ട്. എൻ്റെ ഒരു ബെസ്റ്റി ഉണ്ട്, എൻ്റെ കുഞ്ഞുമാടെ മോളുടെ മോൾ. അവളുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട ബെസ്റ്റിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹലോ ഹലോ പറയണോ. ഹലോ, വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. ഉറക്കെ പറയൂ കുട്ടി, വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബെസ്റ്റിയുടെ പേര് ആനിയ ഷിബു. വീട്ടിലെന്ത് വിളിക്കും? തക്കു. അപ്പോൾ ഈ കുട്ടിയെടുത്ത് നമുക്ക് ചോദിക്കാം, കുട്ടിയുടെ ക്ലാസ്സും ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സും പഠിത്തവും സ്കൂളിൽ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ? അതിപ്പോ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം ഇപ്പം പണ്ടത്തെ പോലെ നല്ലോണം പഠിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഇങ്ങനത്തെ കാലം ഇങ്ങനെ പോയി, കൊറോണ കാലം ഇങ്ങനെ പോയി. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പക്ഷെ എന്താണ് സ്കൂളിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം പഠിക്കായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സിനെ കാണായിരുന്നു. അതൊക്കെ മിസ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ എല്ലാരെയും ടീച്ചർമാരെ എല്ലാരെയും കാണായിരുന്നു. പിന്നെ അതൊക്കെയുണ്ട്. പിന്നെ ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ അവര് ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാവരെ കുറിച്ച് ഒരു പരിചയപ്പെടുത്താനും മിസ്സിന്റെ അടുത്ത് സംശയം ചോദിക്കാനും. അപ്പൊ അതിൽ കൂടെ ഒക്കെ എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സിലും വേറെ ഒരു ടൈം ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ കൂടി മിസ് പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇന്ന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു. അതൊരു സ്പീച്ചാണ്, അതൊരു കൺക്ലൂഷൻ സ്പീച്ചാണ്. മിസ്സുമാര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചാണ് ഇന്ന് പറയാം. ഇന്ന് ആ ചെയ്ത സ്പീച്ച് ഒന്ന് മോള് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ മോൾ ഇന്നത്തെ ആ സ്കൂളിൽ അവതരിപ്പിക്കുന്ന ക്ലാസ് ഓൺലൈനിൽ കൂടെ അവതരിപ്പിച്ച ആ സ്പീച്ച് ഒന്ന് ഷെയർ ചെയ്തേ, ഒന്ന് പറഞ്ഞേ. Globally, it's the time which is little different. We shall overcome all the obstacles in our way. Amidst the virus and lockdown, we are all waiting for that new beginning. With here of hope, everything will get back to normal. It's true that all are thrilled and curious to come back at our school. In a day when the situation would get better, and one day all will be fine. So let's prepare ourselves for the coming days. Thank you all and best wishes. Okay. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബെസ്റ്റിയുടെ ആനിയ ഷിബു എന്ന് പേരുള്ള തക്കുവിന്റെ സ്പീച്ച് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ കുട്ടിയെ കൊണ്ട് ഒരു സോങ് ഫുൾ ആയിട്ടല്ല, 2 ലൈൻ മാത്രം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോവല്ലോ. ഇയാളുടെ കൂടെ ഇവിടെ വേറൊരാൾ കൂടി ഉണ്ട്, മിന്നൂത്താണ് പേര്. മിന്നൂത്ത് അത്ര സമയം ഉറക്കമായിരുന്നു. വരൂ, കമോൺ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സോങ്ങിന് 2 ലൈനും കൂടി പാടി തൽക്കാലം വീഡിയോ അതിന്റെ പേരാണ്. അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോളൂ കുഞ്ഞുങ്ങൾ. உன் பொன்மடியில் தூங்கி நான் போதுமதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களில் ஏக்கங்கள் தீரும் நேசிப்பதும் சுவாசிப்பதும் ഉണ്ടയവാദാലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ പറയുന്നതിന് മുമ്പ് എന്ത് പറയണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്റെ ഹബിമാണ ചാനൽ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.